റിപ്പോർട്ടർ ചാനലിൻ്റെ മാമൻ്റെ മോളോ അച്ഛൻ്റെ മോളോ എന്താണെന്ന് തോന്നുന്നു. ഈ 24 ന്യൂസ് പ്രതി എന്ന് തന്നെ പറയുന്നുണ്ട്. അവരെ എപ്പോഴും ഞാൻ അതിന് അഭിനന്ദിക്കുകയുള്ളൂ. ഒരു ബിഗ് സല്യൂട്ട്. പ്രതി എന്ന് തന്നെ അവളെ വിളിക്കുന്നുണ്ട്. അവൾ കുറ്റവാളി തന്നെയാണ്. ദീപകിനെ കൊന്ന കൊലപാതകിയാണ് അവൾ. അപ്പോൾ അങ്ങനെ ഈ ഷിംജിത വീഡിയോ എടുത്തതിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ട്. അവർ പരാതി നൽകി. അതായത് ഈ ഷിംജിതയെ അറസ്റ്റ് ചെയ്ത് 2 ദിവസം കഴിഞ്ഞപ്പോൾ പരാതി നൽകുകയാണ് ചെയ്തത്. എന്നിട്ട് ഇതുവരെയും ആ പരാതിയിന്മേലൊരു അന്വേഷണം പോയിട്ടില്ല. പോലീസ് വാദിക്കാൻ ശ്രമിക്കുന്നതെന്ന് പറയുന്നത് ഈ ഷിംജിത, പ്രതിയായിട്ടുള്ള ഷിംജിതയുടെ ഫോണിൽ നിന്ന് ഷിംജിത ഡിലീറ്റ് ചെയ്തു എന്നാണ് ഈ വീഡിയോ. എന്നാൽ ആ വീഡിയോ ഷിംജിതയുടെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്തുവെങ്കിലും അതെല്ലാ ആളുകളുടെ കയ്യിലുമുണ്ട്. അത് ഇന്റർനെറ്റിൽ ഫുൾ ആ വീഡിയോ ഉണ്ട്. ആ വീഡിയോ വെച്ചുകൊണ്ട് കുറച്ച് ഫെമിനിസ്റ്റുകൾ വന്ന് സംസാരിക്കുന്ന സംസാര രീതികൾ കാണുമ്പോൾ ഇവിടെയൊക്കെ കാലും മടക്കി നല്ല അടി കൊടുക്കാൻ തോന്നും. നല്ല ആണുങ്ങളുടെ കൈയുടെ ചൂടറിയുമ്പോൾ ഇവിടേക്ക് ഈ സംസാരം അങ്ങ് തീരും. ഐശ്വര്യ രാധാലക്ഷ്മി എന്ന് പറയുന്ന ഒരു പെണ്ണുപിള്ളയുണ്ട്. സ്വന്തം അച്ഛൻ പോലെ അവളെ പീഡിപ്പിച്ചു എന്നാണ് അവൾ പറയുന്നത്. സ്വന്തം അച്ഛൻ അബ്യൂസ് ചെയ്തു എന്നാണ്. പിന്നെ ശ്രീലക്ഷ്മി അറക്കൽ, എൻ്റെ പൊന്നോ, മുയൽ കണ്ണാടി വെച്ച പോലെ സാധനമുണ്ട്. ബോഡി ഷെയ്മിംഗ് ഒന്നുമല്ല, എന്നാൽ ഇവളേക്ക് ഇങ്ങനെ തന്നെ പറയണം. അതായത് ഒരു മനുഷ്യൻ മരിച്ച് അയാളുടെ ജീവിതം പോയത് ഈ തോന്നിവാസം കാണിച്ച് തന്തയില്ലാത്തവൾ കാരണമാണ്.